നമസ്കാരം. കേരളത്തിൽ എടുത്തു പറയത്തക്ക രാഷ്ട്രീയ നേതാക്കൾക്കാർക്കും ജയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് 1.5 വർഷം ജയിൽ കിടക്കേണ്ടി വന്നു. പിന്നെ നാക്കുപിഴവിൻ്റെ പേരിൽ MM മണിക്ക് കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ ജയിൽവാസമൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്, അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളായാലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവരെ പിന്താങ്ങാൻ നിരവധി അണികളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് അധിക നിയമ പരിരക്ഷയുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന നിയമസഭാ അക്രമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഈ KT ജലീലും EP ജയരാജനും ശിവൻകുട്ടിയുമൊക്കെ മന്ത്രിയായി എന്നുള്ളത് മറ്റൊരു കാര്യം. പലതവണ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഇവരൊന്നും കോടതിയിൽ ഹാജരാകാൻ തയ്യാറായില്ല. അതിനുശേഷം ഒരുപാട് തവണ കോടതി രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉയർത്തിയതിനു ശേഷമാണ് കോടതിയിലൊന്ന് ഹാജരാകാൻ പോലും തയ്യാറായത്. എന്നിട്ട് പോലും ഇതുവരെ അവർക്കെതിരെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഈ നിയമമൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞു വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനുള്ള പങ്കിനെക്കുറിച്ചാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ആ കാലത്തിൽ, അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല, തനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദേവസ്വം വകുപ്പും ആ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിയും? ഈ ചോദ്യം പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുൻപ് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരു വ്യക്തിയും കൂടി ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പുറത്ത് ഒരു മേശയിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരുന്നു. അപ്പോഴും ഇന്നലെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് SIT ചോദ്യം ചെയ്തു, വളരെ രഹസ്യമായി ചോദ്യം ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നത്. അതിനുശേഷം തന്നെ ചോദ്യം ചെയ്തതായിട്ടല്ല, തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിനെയാണ് ചോദ്യം ചെയ്യലെന്നൊക്കെ സാധാരണക്കാർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വിളിച്ച് അന്നത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഉളുപ്പില്ലാതെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല, അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല, 1-2 തവണ ശബരിമലയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതൊഴിച്ചാൽ അയാളെ യാതൊരു പരിചയവുമില്ല എന്നുള്ളതാണ് കടകംപള്ളി ഇപ്പോഴും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ഇത്ര വളരെ ഒരു സൗഹാർദ്ദപരമായി വളരെ അടുപ്പമുള്ളവരെ പോലെ ഇവരിരുന്ന് സംസാരിച്ചത്? കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ അവർ പറയുന്നത് AI നിർമ്മിതമാണ് എന്നൊക്കെയാണ്. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെ പല ന്യായീകരണങ്ങളുണ്ടാകും. പക്ഷേ ഇക്കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ന്യായീകരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പരിപാടി നടക്കുന്നിടത്തോ മറ്റോ വെച്ച് അല്ലേ അദ്ദേഹത്തെ കാണേണ്ടത്? ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ട് മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും വേറൊരു വ്യക്തിയുമായിരുന്ന് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന അതേ സമയത്താണ് ശബരിമലയിൽ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്, മോഷണമൊക്കെ നടക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശക്തനാകുന്നതും ഒക്കെ ആ സമയത്താണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രഥമ ദൃഷ്ടിയ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടത് SITയുടെ ഒരു ആവശ്യമാണെന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ വിവാദം വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തെ മൊഴിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒക്കെ വിളിപ്പിക്കാമെന്നുള്ള കാര്യം. പക്ഷേ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. അതുപോലെ തന്നെയാണ് PS പ്രശാന്ത് ചെയ്ത ഒരു കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ്. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളൊക്കെ പുറത്തേക്ക് കടത്താനായി ഈ ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് അനുവാദം നൽകിയത്. ഈ സ്വർണ്ണ കടത്ത് വിവാദം പുറത്ത് വന്നതിന് ശേഷം ആദ്യമൊക്കെ പ്രശാന്ത് പ്രതികരിച്ചത് ഹൈക്കോടതി ദേവസ്വം ബോർഡിൻ്റെ അധികാരങ്ങളിൽ കൈകടത്തുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് മാറി. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഉടനെ തന്നെ അദ്ദേഹം അറസ്റ്റിലേക്ക് പോകാം എന്നുള്ള ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങളെത്തി. CPM അതിനെ തള്ളുന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് CPM തള്ളുന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർ ദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെക്കുറിച്ചും വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അത്തരമൊരു ഉദ്യോഗസ്ഥൻ്റെ അച്ഛനെ ഒരു സ്വർണ്ണമോഷണ കേസിൽ പിടിച്ച് അകത്തിടുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്യോഗസ്ഥന് നാണക്കേടായിരിക്കാം. അത് മാത്രമല്ല, ശതകോടീശ്വരനായ കിളിമാനൂർ ചന്ദ്രബാബു എന്ന രാഷ്ട്രീയത്തിലും മറ്റ് മേഖലകളിലുമൊക്കെ വളരെ സ്വാധീനമുള്ള
കിളിമാനൂർ ചന്ദ്രബാബുവിൻ്റെ മരുമകനാണ് ഹരിശങ്കർ. അപ്പോൾ ഏത് തരത്തിലും ശങ്കർദാസിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന മകൻ നടത്തിയേക്കാം. അതുപോലെ ഈ ശങ്കർദാസിനോടൊപ്പം തുല്യ പങ്കാളിത്തമുള്ള വിജയകുമാറിനെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. SITയുടെ ഈ നടപടികൾ പൊതുസമൂഹത്തിൽ വല്ലാത്തൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകംപള്ളിയുടെ ഒരു ശരീരഭാഷ, മുഖഭാവം നമ്മൾ ഇന്നലെ കണ്ടാൽ അറിയാം. അദ്ദേഹം വളരെ ഭയപ്പാടിലായിരുന്നു. ആ ഭയപ്പാട് എന്താണെന്ന് വെച്ചാൽ SIT എന്താണ് ചോദിച്ചത്, എന്തൊക്കെയാണ് താൻ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയില്ല. പക്ഷേ കടകംപള്ളിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നത് കടകംപള്ളിക്കാണ്. തൻ്റെ അടുത്ത പോക്ക് ജയിലിലേക്കാണ് എന്നുള്ള കാര്യവും കടകംപള്ളിക്കറിയാം. കടകംപള്ളി ഇതാദ്യമായിട്ടല്ല ഒരു വിവാദ പുരുഷനാകുന്നത്. മുമ്പ് കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായപ്പോൾ മണിച്ചൻ്റെ ഡയറിയിൽ കടകംപള്ളിയുടെ പേരുണ്ടായിരുന്നു. അന്ന് അതൊക്കെ മാറ്റിമറിച്ചൊക്കെ കൊണ്ടുപോയതാണ്. 50,000 രൂപയോ മറ്റോ അദ്ദേഹം വാങ്ങി എന്നാണ് അന്ന് ഉയർന്നു കേട്ടിരുന്ന ഒരു ആരോപണം. അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്കോ മറ്റോ മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു പിന്നീട് ഈ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത്. പിന്നീട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് അവർ ഈ കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ മുഖഭാവത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വ്യക്തമാണ് ഇനി തൻ്റെ പോക്ക് ജയിലിലേക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിയുടെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളാതെ CPM ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത്. എന്തായാലും അയ്യപ്പനോട് കളിച്ചവരെല്ലാം ഓരോന്നോരോന്നായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ CPMൻ്റെ തുടക്കവും ഒടുക്കവും ഈ അയ്യപ്പൻ വഴിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് അയ്യപ്പൻ ഒരു കാരണക്കാരനായി എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും കടകംപള്ളിയുടെ അറസ്റ്റാണ് ഇനി വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വാദം.